ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ട്രാവൽ വ്ളോഗ് തന്നെയാണ് കൂടുതലും വീഡിയോസ് ആയിട്ട് ഇടാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയും കൊണ്ട് ഒന്ന് പുറത്ത് പോകണം കേട്ടോ. കുറേ ദിവസമായി ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം ഒത്തു വന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടി രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ നെല്ലിയാമ്പതിയിലേക്കാണ് പോകുന്നത് കേട്ടോ. നെല്ലിയാമ്പതിയിലേക്ക് ഞാൻ 2 പ്രാവശ്യം നെല്ലിയാമ്പതി പോയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ നെല്ലിയാമ്പതിക്ക്. ആർക്കും കൂടുതൽ ട്രാവൽ ചെയ്യാനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ജസ്റ്റ് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ പാലക്കാട് പോകുന്ന റൂട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളതും സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ ഏകദേശം പോത്തുണ്ടി ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വരുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ നിന്നിട്ട് രാവിലെ അല്ലേ, അപ്പം അതിൻ്റെ ആ ഒരു വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നും ചെറിയൊരു തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് നേരെ നെല്ലിയാമ്പതിയിലേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി എത്തിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പോയത് വെജിറ്റബിൾ ഫാമിലോട്ടാണ് കേട്ടോ. ഇവിടെ നെല്ലിയാമ്പതി വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫാമിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടേക്ക് ചുറ്റും നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒന്നും നെറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമുക്ക് റേഞ്ച് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറേയൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. നമുക്ക് അവിടെ പോകാം ഇവിടെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പോവാത്തൊരു സ്ഥലം തൂക്കുപാലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് ആ തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ അങ്ങോട്ട്. ഞാനൊരു ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തൂക്കുപാലത്തിൻ്റെ അവിടേക്ക് പോയിട്ട് അവിടെ താഴത്ത് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ കുട്ടികളെ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ജസ്റ്റ് ഒരു അവിടെ ഇറങ്ങിയിട്ടൊക്കെ കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയ വശം തന്നെ കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തൂക്കുപാലം അവിടെയൊക്കെ ജസ്റ്റ് നടന്നിട്ടും കറങ്ങിയിട്ടും ഫോട്ടോ എടുത്തിട്ടൊക്കെ വരാം. പക്ഷെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അട്ട ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇറങ്ങാൻ പേടിയായിട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് നേരെ പോത്തുണ്ടി ഡാം കാണാൻ വേണ്ടിയിട്ട് വന്നു. ഇവിടെ വന്നവർക്ക് അറിയുന്നുണ്ടാവും, ആ ഡാമിലോട്ട് കയറുന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് കയറി പോകാനുണ്ട്. അപ്പോൾ ആർക്കും നടക്കാനൊന്നും വയ്യ. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നു. കുട്ടികൾക്ക് സിബ് ലൈനിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ സിബ് ലൈനിൽ കയറാനായാലും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് നടക്കുകയാണ്. അവിടെ കുറേ പാർക്കും കാര്യങ്ങളും കളിക്കാനും പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ ആഗ്രഹം പോലെ അവർ സിബ് ലൈനിലൊക്കെ കയറി കുറേ നേരം അവിടെ പാർക്കിലൊക്കെ നിന്ന് കളിച്ചു. അങ്ങനെ അവിടുന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മോള് നല്ല കരച്ചിലായിരുന്നു, വാശി പിടിച്ചിട്ട്. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് നല്ല അടിപൊളി ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലോട്ട് വിട്ടു.
പിന്നെ ഈ ഒരു ദിവസം എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.